bang and deluge are interpreted according to the interest and imagination of their distributors. വൻ വിസ്ഫോടനം സത്യവും വൻ പ്രളയം മിത്തുമാകുന്നത് ദത്തവിതരണം ചെയ്യുന്നവരുടെ ഇച്ഛയ്ക്കും താല്പര്യത്തിനും അനുസരിച്ചാണ്. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാവട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ആധുനിക ലോകത്ത് ശാസ്ത്രത്തിന്റെ വല്ലാത്ത സ്വാധീനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോകമുണ്ടായത് ഒരു വലിയ വിസ്ഫോടനത്തിൽ നിന്നാണ്. നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചു. ഇപ്പോഴും ജീവിതത്തിലെ പല ജ്ഞാനമണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് ആ അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. വൻ വിസ്ഫോടനത്തിലൂടെ ഉണ്ടായതാണ് ഈ എന്താ പറയാ ഈ പ്രപഞ്ചം എന്നുള്ളത്. അതേസമയം മതപഠന ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത പ്രഭാഷണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ കേൾക്കുന്നത് വേറൊന്നാണ്. ചിലര് അതൊരു എന്താ പറയാ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി എന്ന് പറയാൻ പറയും. ഒരു വലിയ പ്രളയത്തെക്കുറിച്ച് എല്ലാ ഇതിഹാസങ്ങളിലും പറയുന്നുണ്ട്. മതങ്ങളിലൊക്കെ ആധാരമാക്കിയിട്ടുള്ളത് പലപ്പോഴും ഇതിഹാസങ്ങളെയാണ്. അപ്പൊ ഇതിഹാസങ്ങളിലൊക്കെ എല്ലാ നാട്ടിലെയും ചിലപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ഇതിഹാസവും അമേരിക്കയിലുള്ള ഒരു ഇതിഹാസവും റഷ്യയിലുള്ള ഒരു ഇതിഹാസവും ഓസ്ട്രേലിയയിലുള്ള ഇതിഹാസവും പരസ്പരം കണ്ട് പറഞ്ഞു വെച്ചിട്ടോ എഴുതി ഉണ്ടാക്കിയതൊന്നും അല്ല. പക്ഷെ പല കാലങ്ങളിൽ അല്ലെങ്കിൽ പണ്ട് ഉണ്ടായ ഒരു അവസ്ഥയെക്കുറിച്ച് ഉള്ള അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം ഒരു വീക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അനുമാനത്തിൽ നിന്നോ പൊതു അനുമാനത്തിൽ നിന്നോ ഉണ്ടായി വന്നതാണ്. ആ ഉണ്ടായി വന്ന ആ ഒരു ആശയം, ഒരു വലിയ പ്രളയം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആശയം എല്ലാ ഇതിഹാസങ്ങളിലും പറയുന്നുമുണ്ട്. പക്ഷെ ഈ വൻ വിസ്ഫോടനം എന്നുള്ളത് എല്ലാ ഇതിഹാസങ്ങളുടെയും വിഷയമല്ല. വിസ്ഫോടനത്തെക്കുറിച്ച് ആരും പറയുന്നുമില്ല. എല്ലാം ഒരു പ്രളയത്തിൽ നിന്നും ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ ഈ വിസ്ഫോടനം എന്നുള്ളതാണ് നമുക്ക് അറിയപ്പെടുന്ന കഥ. കാരണം എന്താ? നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് അതാണ് പഠിച്ചത്. പാഠപുസ്തകങ്ങളുടെ തുടർച്ചയായിട്ട് വരുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്, ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നമ്മളതാണ് പഠിച്ചത്. എന്നിട്ട് നമ്മൾ പറയുന്നു ഈ വൻപ്രളയം എന്ന് പറയുന്നത് ഒരു മഹാമിത്താണെന്ന്. അത് തെറ്റില്ല. വൻപ്രളയം ഒരു വിത്താണ്. കാരണം നമ്മൾ ആരും ഈ പ്രളയകാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളതൊരു വിശ്വാസത്തിന്റെ നമ്മുടെ അനുമാനത്തിന്റെ ഒരു കഥനം ചെയ്തു വെച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പറയുന്നത് തെറ്റൊന്നുമില്ല. എന്നാൽ വൻ വിസ്ഫോടനം എന്നുള്ളത് ഒരു വലിയ സത്യമാണെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് ധൈര്യം വരുന്നത് എവിടെ നിന്നാണ്? ഇത് അന്ധവിശ്വാസം. ഈ പ്രളയം എന്നുള്ളത് അന്ധവിശ്വാസവും വിസ്ഫോടനം എന്നുള്ളത് ഒരു ശാസ്ത്ര സത്യവുമാണെന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വരുന്നത് എവിടെ നിന്നാണ്? പച്ചയ്ക്കുള്ള അന്ധവിശ്വാസം കൊണ്ടാണ്. ശരിയായ അന്ധവിശ്വാസം തന്നെയാണ് ഈ വൻ വിസ്ഫോടന സിദ്ധാന്തത്തിന്റെ മുകളിലുള്ള വിശ്വാസവും. നമുക്കറിയില്ല, കാര്യം അവിടെ ഉണ്ടായോന്ന് അറിയില്ല. ഇനി അതിനെ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോ ഇന്നലെ ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ച് കാർബൺ ഡേറ്റിംഗ് നടത്തുന്ന കാര്യം പറഞ്ഞു. ഇതുപോലെയുള്ള മറ്റേതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടെത്തിയതാണെങ്കിൽ തന്നെ അതെല്ലാം അനുമാനങ്ങളാണ്. എന്തിനാണ് ഇത്തരം കഥകൾ ഉണ്ടായിട്ടുള്ളത്? ഇത്തരം കഥകളുടെ പുറകിൽ നമ്മൾ ഒട്ടി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് സത്യത്തിൽ അത് ഇത്തരം ആശയം പ്രചരിപ്പിക്കുന്നവരുടെ താല്പര്യമുണ്ട്.
അവരുടെ ചില ഇഷ്ടങ്ങളുണ്ട്. ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതിന്റെ പുറകിൽ മറ്റ് കഥകളില്ല. ഈ വിസ്ഫോടനം എന്ന് പറയുന്നത് ഒരു ആദ്യ വിസ്ഫോടനം, ആദ്യത്തെ അന്ധത്തിൽ നിന്നുമുള്ള ഒരു വിസ്ഫോടനം ഉണ്ടായതാണ് ഈ പ്രപഞ്ചം എന്ന വിസ്ഫോടനത്തിന്റെ തുടർച്ചയാണ് പ്രപഞ്ചം വികസിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. വികസിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഈ വികാസം എന്നുള്ളതിന് ഒരു അടുത്ത വട്ടമുണ്ട്. ആ അടുത്ത വട്ടം എന്ന് പറയുന്നത് ചുരുക്കമാണ്. നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും ഈ വികാസം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു പരിധി കഴിഞ്ഞാൽ സങ്കോചിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അനന്തമായ വികാസം എന്നൊരു അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല, കാണുന്നില്ല. നമ്മുടെ ശരീരകോശങ്ങളിലാകട്ടെ, ശരീരകോശങ്ങളിൽ അനന്തമായ വികാസം കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ആളെ കാണാൻ കിട്ടില്ല. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആള് തട്ടിപ്പോവും. മറ്റ് ശരീരത്തിന്റെ വളർച്ച, ഒരു വളർച്ച കഴിയുമ്പോൾ അതിങ്ങനെ കുറച്ചു കാലം സ്റ്റേബിൾ ആയിട്ട് പോകും, പിന്നെ അത് തളർന്ന് ഇല്ലാതെയാവും. ഇതൊരു ചക്രമാണ്. ഈ ചാക്രികത എന്ന് പറയുന്നതാണ് വ്യവസ്ഥയുടെ സ്വഭാവം. എല്ലാ വ്യവസ്ഥകളും, പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ ജൈവ സംവിധാനങ്ങളും, പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ ജൈവ സംവിധാനം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കുക, അത് ഭൂമിയിൽ ജീവിയുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ജീവിയുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ ജീവനുള്ള ഒരു കോശത്തെ കണ്ടെത്തി എന്നുള്ള രീതിയിൽ പറയുന്ന ജീവനല്ല, ജൈവതയല്ല. പ്രപഞ്ചം എന്ന മഹാസംവിധാനത്തിന് തന്നെ ജീവനുണ്ട്. അതുകൊണ്ടാണ് അത് സ്വയം നിർദ്ധാരണം ചെയ്യുന്നത്. സ്വയം നിർദ്ധാരണം ചെയ്യുന്ന സംവിധാനത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ജീവനുള്ള മഹാസംവിധാനമായ പ്രപഞ്ചം, അതിനകത്തുള്ള ഗാലക്സികൾ, അതിനകത്തുള്ള സോളാർ സിസ്റ്റം, അതിനകത്തുള്ള ഈ ഭൂമി എന്നുള്ളൊരവസ്ഥ, ഇതിന് ജൈവതയുണ്ട്. ആ ജൈവത എന്നുള്ളത് ഹരിതമായിക്കൊള്ളണം, കാർബൺ അടങ്ങിയതായിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. സ്വയം പരിചരണശേഷി, സ്വയം നിർദ്ധാരണ ശേഷി ഉണ്ടെങ്കിൽ അതിന് ജൈവതയുണ്ട്. ആ ജൈവതയുടെ അളവിൽ മാറ്റമുണ്ടാകും. ആ അളവിലുള്ള മാറ്റം കൊണ്ട് അത് സ്വയം നിർദ്ധാരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, ആ സെൽഫ് റെഗുലേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ചാക്രികത. നമ്മുടെ ശരീരകോശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തെ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തെ എടുത്തു കഴിഞ്ഞാൽ ഈ ചാക്രികത നമുക്ക് കാണാൻ കഴിയും. ഈ ചാക്രികതയുടെ അവസാനം എല്ലാം വിഘടിക്കുകയും ഈ സത്ത നിലനിന്നിരുന്ന ഒരു പശ്ചാത്തലം, പരിസരമുണ്ട്, ആ പരിസരത്തിൽ വിലയം പ്രാപിക്കുകയും വീണ്ടും ഈ പരിസരം അവിടുത്തെ ധർമ്മങ്ങൾ നടപ്പിലാക്കാൻ പുതിയൊരു സത്തയെ, ഒന്നിലധികമോ സത്തകളെ വീണ്ടും ഉരുവാക്കുകയും അതും അവിടെ തന്നെ ഡിസോൾവ് ചെയ്ത് പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോ ഈ പലതായി ഉണ്ടായി വന്നത്, പിന്നെ പലതായി വിഘടിച്ചു പോയത്, ഇവയെല്ലാം ഇങ്ങനെ ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവയുടെ ക്രമം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. ഈ ക്രമം പോകുന്ന സമയത്ത് ഇവയെല്ലാം കൂടെ ഒരു പൊതു പുനഃസ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് പ്രളയം എന്ന് പറയുക. നിങ്ങൾ അനുചിതമായി ഭക്ഷണം കഴിച്ചു പോവുകയാണെങ്കിൽ, വേണ്ട, ഉചിതമായ ഭക്ഷണം കഴിച്ചു പോവുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ വൈകാരികത, നിങ്ങളുടെ പാരിസ്ഥിതിക കാര്യങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടുള്ള ഇമ്പാക്ട്, ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ശരീരത്തിൽ ഇടയ്ക്ക് പനി വരാറുണ്ട്, ഇടയ്ക്ക് വയറിളക്കം വരാറുണ്ട്, ഇടയ്ക്ക് ജലദോഷം വരാറുണ്ട്. ഇത് ശരീരത്തിന്റെ ശുചീകരണ പ്രക്രിയയാണ്. ഇത് വന്നേ തീരും. വന്ന് ശുചിത്വത്തിലൂടെ, ആ ശുചീകരണ പ്രക്രിയയിലൂടെ പോയി ശുചിത്വത്തിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ ശരീരത്തിന് സസ്റ്റൈനബിൾ ആയിട്ടിരിക്കാൻ കഴിയുള്ളൂ. ഇതൊരു വ്യവസ്ഥയുടെ ആവശ്യകതയാണ്. അതുപോലെ ഈ ഭൂമിക്ക്, ഈ പ്രപഞ്ചത്തിന് ഒക്കെ ഇത്തരത്തിലുള്ള രോഗം വരലും, ഇത്തരത്തിലുള്ള ഡിസോൾവ് ചെയ്യലും വീണ്ടും കൂടിച്ചേരലും ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പ്രളയം എന്ന് പറയുന്നത്. അപ്പോ ഈ ബാങ് എന്ന് പറയുന്നതും പ്രളയം എന്ന് പറയുന്നതും അതിന്റെ വലിയ രൂപത്തിലല്ല, ചെറിയ രൂപത്തിൽ എല്ലാ വ്യവസ്ഥകളിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് രണ്ടും അതിന്റെ സാധ്യതയാണ്. ആ സാധ്യതയുടെ ഏതളവിലാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ അതവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എല്ലാ വ്യവസ്ഥകളിലും ഉണ്ടാകുന്നുമുണ്ട്. പക്ഷെ അതിനെ നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമുക്ക് ചില കഥനങ്ങൾ ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കി വിതരണം ചെയ്തതെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ ഒന്ന് മാത്രം സത്യവും മറ്റൊന്ന് മിഥ്യവുമാകുന്നത് അത് ആർക്ക് വേണ്ടിയാണ് അത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ശാസ്ത്രത്തിന്റെ ഒരു വിശ്വാസ രീതിക്കനുസരിച്ച് ശാസ്ത്രം എന്ന് പറയുന്നത് സത്യമാണെന്നും വിശ്വാസമല്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അതൊരു മഹാവിശ്വാസമായി ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു മഹാവിശ്വാസമായി മാറ്റി അവതരിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് സ്ഥാപിച്ചു മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ ലക്ഷ്യം എന്നുള്ളത് ശാസ്ത്രത്തിന്റെ സത്യമൊന്നുമല്ല.
പകരം അത് ഈ ഭൂമിയെ കൈയാളുന്നതിനുള്ള അതോറിറ്റേറിയൻ സംവിധാനം ഉണ്ടാക്കുന്നതിനുള്ള ഒരു താക്കോലാണ്. സാങ്കേതിക ശാസ്ത്രത്തെ ഉപയോഗിക്കാനുള്ള ആധികാരികതയാണ്. ജനത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ, ജനത്തെ അടിച്ച് കൂടെ നിർത്താൻ, അല്ലെങ്കിൽ ജനത്തെ നമ്മുടെ ഈ അതോറിറ്റേറിയൻ സംവിധാനത്തിന്റെ ആധാരമാക്കാൻ വേണ്ടിയുള്ള ഒരു ടൂള് മാത്രമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വൻ വിസ്ഫോടനം എന്നുള്ളതും നമ്മുടെ പരിണാമ നിയമങ്ങളും, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പല പല രോഗാണു സിദ്ധാന്തം, കലോറി തിയറി, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വൻ വിസ്ഫോടനം പോലെ ഒരു പൊതുസത്യമായി നിൽക്കുന്നത്. അതേസമയം യഥാർത്ഥം എന്നുള്ള ഒരവസ്ഥയുണ്ടല്ലോ. ശരീരത്തിന്റെ നിയമങ്ങൾ, പ്രകൃതിയുടെ നിയമങ്ങൾ, കൃഷിയുടെ നിയമങ്ങൾ, ഭൂമിയുടെ നിയമങ്ങൾ, പരിസ്ഥിതിയുടെ നിയമങ്ങൾ, ഈ നിയമങ്ങൾ തെറ്റിപ്പോകേണ്ടത് അവരുടെ ആവശ്യമാണ്. അത് പലതും മറച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അത് മറച്ചു വെച്ച് മുൻപോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോ ഇവിടെ ഈ വിസ്ഫോടനത്തിന്റെ ആണെങ്കിലും പ്രളയത്തിന്റെ ആണെങ്കിലും കഥയുടെ പുറകിൽ അത് വിതരണം ചെയ്യുന്ന ആളുകളുടെ താല്പര്യമാണുള്ളത്, അതോറിറ്റേറിയൻ സംവിധാനത്തിന്റെ താല്പര്യമാണുള്ളത്. അല്ലാതെ അതിൽ സത്യവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. മഹാപ്രളയം എന്നുള്ളത് എല്ലാ സംസ്കാരങ്ങൾക്കും ബോധ്യം വന്നിട്ടുള്ള, എല്ലാ സംസ്കാരങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വഴിയാണ്. അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്, വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒട്ടേറെ കാര്യങ്ങൾക്ക്, ഈ വിസ്ഫോടനവും പ്രളയവും മാത്രമല്ല, ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരത്തെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവിത ചക്രത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകും. ഇതിൽ ഇവർ പറയുന്ന കഥനങ്ങളിലൂടെയല്ല അവയുടെ ഒന്നും ആവിഷ്കാരം. അതിന് ജൈവതയുടെ നിയമങ്ങളുണ്ട്, പ്രകൃതിയുടെ നിയമങ്ങളുണ്ട്. അവയെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് ഇവയുടെ യാഥാർത്ഥ്യത്തെ നമുക്ക് ബോധ്യപ്പെടും. അതിലേക്ക് കൂടുതൽ വെളിച്ചം കിട്ടും. പൂർണ്ണമായിട്ടും ബോധ്യപ്പെടാൻ നമ്മൾ ഈശ്വരനായിരിക്കണം. നമ്മൾ ഈശ്വരനല്ലല്ലോ, മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പരിധിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു അളവിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷെ ആ അളവിലേക്ക് മനസ്സിലാകാനുള്ള ഒരു തുറവി നമ്മുടെ മുന്നിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രകൃതി. അതിലേക്ക് നോക്കിയാൽ മതി. അല്ലാതെ പുസ്തകങ്ങളിൽ നിന്നോ കഥനങ്ങളിൽ നിന്നോ അല്ല നമ്മളിത് മനസ്സിലാക്കേണ്ടത് എന്നത് ഓർമ്മിപ്പിക്കുകയാണ് സുസ്ഥിര ജീവന സമൂഹത്തിന്റെ വഴിയിലേക്ക് വരുന്ന മുഴുവൻ ആളുകളെയും. അത്തരം ബോധ്യം നിങ്ങളിൽ എന്നും ഉണർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.